ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഖിൽ എസിൻ്റെ ഒരു ചോദ്യത്തെ പറ്റിയിട്ടാണ്. നമ്മൾ കുറച്ചാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ബെസ്റ്റ് ടൈം ഫ്രെയിം ഫോർ ഇൻട്രാഡേ ട്രേഡിംഗ് എന്നുള്ളത്. അതായത് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഏത് ടൈം ഫ്രെയിമാണ് നമുക്ക് നല്ലത് എന്നുള്ളത് ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ചോദ്യം ഇതാണ്: സ്റ്റോക്കാസ്റ്റിക്കിൻ്റെ ഗ്രാഫ് നോക്കുമ്പോൾ 15 മിനിറ്റ് ഗ്രാഫ് നോക്കുമ്പോൾ ഡൗൺ ട്രെൻഡും അതുപോലെ 1 അവർ ചാർട്ട് നോക്കുമ്പോഴത്തേക്ക് അപ് ട്രെൻഡും കാണിക്കുന്നു. അതുകൊണ്ട് ട്രേഡ് എടുക്കുമ്പോൾ ആവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വളരെ നല്ലൊരു ചോദ്യമാണ്. ഇൻട്രാഡേ ട്രേഡിങ്ങിലാണെങ്കിലും ഏത് തരം ട്രേഡിങ്ങിലാണെന്നുണ്ടെങ്കിലും നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ആണ് ഈ ഒരു ചോദ്യം നിലനിൽക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു കാര്യം അറിയാത്തവർ ഈ ഒരു വീഡിയോ കൂടി കാണുക, മെയിൻ വീഡിയോ, അതായത് ഏത് ടൈം ഫ്രെയിമാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നല്ലത് എന്നുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം, അതുകൂടി കാണുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ട്രേഡിംഗ് എടുക്കുമ്പോഴത്തേക്കും പല ടൈം ഫ്രെയിമിലും ഉറപ്പായിട്ടും പല ഒരു ട്രെൻഡായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ സ്റ്റോക്കാസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇൻഡിക്കേറ്ററാണ്. സ്റ്റോക്കാസ്റ്റിക്കിൽ 50 മിനിറ്റ്സിൻ്റെ ഗ്രാഫും അതുപോലെ തന്നെ 1 അവർ ചാർട്ടിൻ്റെ ഗ്രാഫും എടുത്ത് നോക്കുമ്പോഴത്തേക്കും രണ്ട് വ്യത്യസ്തമായ റിസൾട്ടുകൾ കാണിക്കാറുണ്ട്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ചാർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് ചെറിയതും അതുപോലെ വലുതുമായിട്ടുള്ള സൈക്കിൾസിൽ ബേസ്ഡാണ്. അതായത് സൈക്കിൾസിലോ ട്രെൻഡിലോ ബേസ്ഡാണ്. അതായത് ഇപ്പോൾ ഒരു 1 ഡേ ചാർട്ട് എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണും എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ 1 ഡേ മുകളിലേക്ക് പോകുന്നതിൽ തന്നെ ചെറിയ ചെറിയ താഴേക്ക് വരുന്ന ഒരു വരവ് ഉണ്ടാവും. അത് ആ ഒരു സ്ഥലം നമ്മൾ കുറച്ചുകൂടി ചെറിയൊരു ചാർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 5 മിനിറ്റ്സിൻ്റെ 1 മിനിറ്റ്സിൻ്റെ ചാർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് നല്ലൊരു ഡൗൺ ട്രെൻഡായിട്ട് കാണിക്കും. അപ്പോൾ സ്റ്റോക്ക് അപ് ട്രെൻഡാണോ ഡൗൺ ട്രെൻഡാണോ എന്നുള്ളത് ആണ് ചോദ്യം. അപ്പോൾ സ്റ്റോക്ക് അപ് ട്രെൻഡോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡോ അല്ലെങ്കിൽ ന്യൂട്രലോ എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈം ഫ്രെയിമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോക്കാസ്റ്റിക്ക് 50 മിനിറ്റ്സ് ഗ്രാഫ് നോക്കുമ്പോഴും 1 അവർ ചാർട്ട് നോക്കുമ്പോഴും രണ്ട് റിസൾട്ട് കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ എന്താണ് നോക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ ഇൻട്രാഡേ ട്രേഡാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ആ ഒരു സ്റ്റോക്കിൽ നിന്ന് നമ്മൾ എത്ര പ്രോഫിറ്റ് എടുക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് ആണ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഇപ്പോൾ വളരെ ചെറിയൊരു പ്രോഫിറ്റാണ് എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും, അതുപോലെ നമ്മൾ ടാർഗറ്റും വളരെ ചെറുതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു ലാർജ് ടൈം ഫ്രെയിം നോക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ടൈം ഫ്രെയിം ലാർജ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ടാർഗറ്റും അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസും വലുതാവണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിലുള്ള മെയിൻ ട്രെൻഡിൻ്റെ ഉള്ളിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള സബ് ട്രെൻഡുകൾ അതിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 50 മിനിറ്റ്സും 1 അവറും നോക്കുന്നത് നല്ലതാണ്. കാരണം അത് നോക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 1 അവർ ട്രേഡാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ 15 മിനിറ്റ്സ് കൂടി നോക്കുന്നത് നന്നായിരിക്കും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻട്രി ചെയ്യുന്ന ടൈമിങ് കറക്റ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയം നമ്മൾ ഒരുപാട് മുകളിലല്ല എടുക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് താഴെയല്ല എടുക്കുന്നത്, നമ്മുടെ കറക്റ്റ് പ്രൈസ് എൻട്രിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും. പ്രത്യേകിച്ചും ഇപ്പോൾ 1 അവർ അപ്പ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ, അതായത് 1 അവർ അപ്പ് ട്രെൻഡ് ആണ് നിൽക്കുന്നത്, പക്ഷേ 50 മിനിറ്റ്സ് നോക്കുമ്പോൾ ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഡൗൺ ആയിട്ട് നമുക്ക് തൊട്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു ബോട്ടം എടുത്തിട്ട് നമുക്ക് താഴെ ബോട്ടത്തിൽ തന്നെ നമുക്ക് പ്രൈസ് കിട്ടും. അപ്പോൾ നല്ലൊരു ചാൻസ് കൂടുതലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതിരിക്കാനും അതുപോലെ പ്രോഫിറ്റ് എത്താനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിനും വലിയ ടൈം ഫ്രെയിമിനെ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ സ്റ്റോക്കാസ്റ്റിക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് നമ്മൾ എടുക്കുന്ന സ്റ്റോക്കിൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിൻ്റെ വോളറ്റിലിറ്റി അതിൽ നോക്കണം. അതായത് ആ ഒരു സ്റ്റോക്ക് 50 മിനിറ്റ്സിലും അതുപോലെ 1 അവറിലും എത്ര മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നോക്കണം. അതായത് നമ്മുടെ പ്രീവിയസ് ക്യാൻഡിൽസ് നോക്കിയിട്ട് 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ നോക്കണം, 1 അവറിൻ്റെ ക്യാൻഡിൽ നോക്കണം. എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ഏതാണെന്ന് നോക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോർ എക്സാമ്പിൾ 5 രൂപയാണെന്ന് വിചാരിക്കുക. 5 രൂപയാണെങ്കിൽ 50 മിനിറ്റ്സിൻ്റെ 1 or 2 ക്യാൻഡിലിൽ അല്ലെങ്കിൽ 2 or 3 ക്യാൻഡിലിൽ ആ ഒരു 5 രൂപ എന്നുള്ള ടാർഗറ്റ് എത്തും എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാണ് മെയിനായിട്ട് പരിശോധിക്കേണ്ടത്. അല്ല ഈ ഒരു 5 രൂപ 1 അവർ ക്യാൻഡിലിൽ മാത്രമേ, 1 അവറിൻ്റെ 2 or 3 ക്യാൻഡിൽസിൽ മാത്രമേ ഈ ഒരു നമ്മുടെ 5 രൂപ എന്നുള്ള ടാർഗറ്റ് എത്തും ഉണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് 1 അവറിൻ്റെ ക്യാൻഡിലാണ്.
നമ്മൾ ട്രേഡ് ഏത് ഡയറക്ഷനിൽ എടുക്കണം എന്നുള്ളത് ചിന്തിക്കാനായിട്ട്. പക്ഷേ ഉറപ്പായിട്ടും ട്രേഡിനെ ടൈമിങ് ചെയ്യാനായിട്ട് ആ ക്യാൻഡിലിൻ്റെ വിത്തിൻ ഉള്ള, അതായത് 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ നമ്മൾ പരിശോധിച്ച ശേഷം ആ ഒരു ട്രെൻഡ് അവസാനിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. 50 മിനിറ്റ്സിൻ്റെ ആ ഒരു ട്രെൻഡ് അവസാനിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആ 50 മിനിറ്റ്സിൻ്റെ ട്രെൻഡ് ഒരു ന്യൂട്രൽ പൊസിഷനിൽ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മുകളിൽ കിട്ടില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 50 മിനിറ്റ്സിൻ്റെ അവിടെയൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. വളരെ ടൈറ്റായിട്ടായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്. കാരണം 5 രൂപ പ്രോഫിറ്റ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് 2 രൂപ ആയിരിക്കും വയ്ക്കുന്നത്. അപ്പോൾ ഈ 50 മിനിറ്റ്സിൻ്റെ സബ് ട്രെൻഡിൽ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 50 മിനിറ്റ്സിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട്, ആ ട്രെൻഡ് എന്തായാലും ചെറിയ ട്രെൻഡാണ് 50 മിനിറ്റ്സിൻ്റെ ട്രെൻഡ്. അപ്പോൾ ആ ചെറിയ ട്രെൻഡായിരിക്കും ഫസ്റ്റ് സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ അത് സ്റ്റോപ്പായ ശേഷം മാത്രം നമുക്ക് വലിയ ട്രെൻഡിലേക്ക് കടക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇനിയിപ്പോൾ നമുക്ക് 50 മിനിറ്റ്സിൻ്റെ ട്രെൻഡിലാണ് 5 രൂപ എത്തുന്നതെന്നുണ്ടെങ്കിൽ, അതായത് 50 മിനിറ്റ്സിൻ്റെ ചാർട്ടിലാണ് നമുക്ക് ഈ 5 രൂപയുടെ ടാർഗറ്റ് നമ്മുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ, നമ്മൾ 1 അവർ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു മൈൻഡിൽ നമ്മൾ വച്ചിരിക്കേണ്ട ആവശ്യമാണ്. കാരണം 50 മിനിറ്റ്സിൻ്റെ ട്രെൻഡ് ആൾറെഡി എന്തായി, അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. അതായത് 50 മിനിറ്റ്സിൻ്റെ ട്രെൻഡ് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണോ, അല്ലെങ്കിൽ അതോ അതിൻ്റെ എൻഡ് സ്റ്റേജിലായി കഴിഞ്ഞോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. എൻഡിങ് സ്റ്റേജിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 50 മിനിറ്റ്സിൻ്റെ ട്രേഡ് ഡൗണിന് എടുക്കുന്നതിന് പകരം നമ്മൾ അപ്പിൽ 1 അവറിൻ്റെ ട്രെൻഡിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 50 മിനിറ്റ്സിൻ്റെ ട്രെൻഡ് ആൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും, 5 രൂപ ഡൗൺ ആയിട്ടുണ്ടാവും. നമുക്ക് ഇനി 5 രൂപ വേണമെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പിന്നെ 1 അവറിൻ്റെ ട്രെൻഡിൽ ഒരു 15 രൂപ മുകളിലേക്ക് പോകാനുള്ള ട്രെൻഡായിരിക്കും അടുത്തത് റെസ്യൂം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 5 രൂപ 10 രൂപ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ സ്റ്റോക്കിൻ്റെ വോളറ്റിലിറ്റിക്ക് അനുസരിച്ചിരിക്കും ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ടാർഗറ്റ് എത്ര രൂപയാണ് നമ്മൾ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്, അതായത് എത്ര വൈഡായിട്ടാണ് നമ്മൾ വയ്ക്കുന്നത് എന്നുള്ളതും ഇതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ്സ് 6 മിനിറ്റ്സ് 10 മിനിറ്റ്സ് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ചാർട്ടിങ് പ്ലാറ്റ്ഫോംസിൽ എല്ലാ മിനിറ്റിലും, എല്ലാ മണിക്കൂറിലും, എല്ലാ ദിവസത്തെ, എല്ലാ വീക്കിലും, എല്ലാ മന്തിലും, എല്ലാ ഇയറിലും, അങ്ങനെ എല്ലാ ടൈം ഫ്രെയിമിലും ചാർട്ട് ഉണ്ട്. എല്ലാ തരം ചാർട്ടുകളിലും ഓരോ ട്രെൻഡായിരിക്കും, ഓരോ മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ചാർട്ടൊക്കെ ഒരു പഠന ഉപകരണം മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പിന്നിലെ ലോജിക്കാണ്. ലോജിക്ക് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാര്യങ്ങളെ പെട്ടെന്ന് അപഗ്രഥിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ആ ലെവലിൽ നമ്മൾ ചിന്തിച്ചിട്ട് വേണം എപ്പോഴും ട്രേഡുകൾ എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ 50 മിനിറ്റ്സിൻ്റെ ഗ്രാഫ് നോക്കുമ്പോൾ ഡൗൺ ട്രെൻഡാണ്, 1 അവർ ഗ്രാഫ് നോക്കുമ്പോൾ അപ്പ് ട്രെൻഡാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഏതാണ് കൂടുതൽ റിലവൻ്റ് എന്നുള്ളത് നോക്കിയിട്ട് ട്രേഡ് ടൈം ചെയ്ത് ട്രേഡ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ട്രേഡ് നമുക്ക് സക്സസ്ഫുൾ ആക്കാനായിട്ട് പറ്റൂ. ചിലപ്പോൾ 50 മിനിറ്റ്സിൻ്റെ ട്രെൻഡ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായിരിക്കും. സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റ്സിൻ്റെ ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 5 രൂപയുടെ ഡൗൺ ട്രെൻഡ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം. എന്നിട്ട് ആ 5 രൂപ ബുക്ക് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 അവറിൻ്റെ ട്രെൻഡ് റെസ്യൂം ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ടൈം ഫ്രെയിം എത്ര വലുതാവുന്നോ അത്രയും നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും അതുപോലെ വെയിറ്റിംഗ് ടൈമും കൂടുതലായിരിക്കും. ടൈം ഫ്രെയിം എത്ര ചെറുതാകുന്നു അത്രയും നമ്മുടെ വെയിറ്റിംഗ് ടൈം കുറവായിരിക്കും. അതുപോലെ തന്നെ ടൈം ഫ്രെയിം എത്ര വലുതാകുന്നു അത്രയും ഫ്ലക്ച്വേഷൻസ് കുറവായിരിക്കും, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവായിരിക്കും. ടൈം ഫ്രെയിം എത്ര ചെറുതാകുന്നു അത്രയും ഫ്ലക്ച്വേഷൻസ് കൂടുതലായിരിക്കും, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പ്രെഡിക്റ്റബിലിറ്റിയും ടൈം ഫ്രെയിം ചെറുതാവുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും ട്രേഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മനസ്സിൽ വെച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലത്തുള്ള ഡൗട്ട്സും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ടൈപ്പ് ചെയ്യുക. ഞാൻ അതിനെ പറ്റിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ശരി.